Again, it's AK-47. And എന്റെ കൂടെ ഉണ്ട് മമാസ്, ഡയറക്ടർ ഓഫ് സിനിമ കമ്പനി. ആൽക്കെമിസ്റ്റ് ആരാണ്? ഈ സിനിമയിൽ ആൽക്കെമിസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. തന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാനായി അനന്തമായ മരുഭൂമിയിലൂടെ അലയുന്ന സാന്റിയാഗോ എന്ന ഇടയന്റെ കഥയാണ് ആൽക്കെമിസ്റ്റിൽ പറയുന്നത്. പിന്നെ ഇതിലെ ആൽക്കെമിസ്റ്റ് ഞാനാണ് ഈ സിനിമയിലെ. അതെ, ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി അത്രയും അലഞ്ഞിട്ടുണ്ട്, അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൽക്കെമിസ്റ്റ് എന്നുള്ള പുസ്തകം വായിക്കാത്തവർക്ക് ഒരു വരി പറഞ്ഞു കൊടുക്കും ആ പുസ്തകത്തെ കുറിച്ച്. ഒരുവൻ എന്തായി തീരണമെന്ന് ആഗ്രഹിക്കുന്നു, അദമ്യമായി ആഗ്രഹിക്കുന്നു, അവനതായി തീരാനായിട്ട് ഈ പ്രപഞ്ചം തന്നെ അവന് കൂട്ടുനിൽക്കും. സത്യമാണത്. തീർച്ചയായിട്ടും. മരിക്കും മുമ്പ് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം ആൽക്കെമിസ്റ്റ്. ലൈഫിൽ മരിക്കും മുമ്പ് കണ്ടിരിക്കേണ്ട ഒരു പടം. ചോദ്യം കൊള്ളാം. ഞാൻ എന്റെ പടം പറയാൻ പാടില്ല അല്ലെ? ഒന്നല്ല, 2-3 പറയാം. ഷോഷാങ്ക് റിഡംഷൻ, സിറ്റി ഓഫ് ഗോഡ്, അമറോസ് പെറോസ്. സൂപ്പർ. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഗോൾഡ് കിട്ടും. വാട്ട് ഡു യു തിങ്ക്? ഒരുപാട് കോമഡികൾ അതിനെപ്പറ്റി ഫേസ്ബുക്കിലും അതിലൊക്കെ വരാറുണ്ട്. അത്തരം കോമഡികൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു വിഷമമുണ്ട് ഇന്ത്യക്കാരെന്ന നിലയിൽ. നമുക്ക് മാത്രം എന്താണ് ഒരു കാരണം, ഈ മൈക്കൽ ഫെൽപ്സ് എന്ന് പറഞ്ഞ കക്ഷി പുള്ളി മാത്രം നേടിയത് 17 മെഡലാണ്. 15 സ്വർണവും 15 സ്വർണവും 2 വെള്ളിയും 2 വെങ്കലവും ഒക്കെയാണ് പുള്ളി. ആ മനുഷ്യൻ മാത്രം 17 മെഡൽ നേടിയിട്ട് നമ്മൾ ഇന്ത്യക്കാര് മൊത്തത്തിൽ അത്രയും നേടിയിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. കഷ്ടം, പാവം. എന്നാലും അപ്പുറത്ത് നമ്മുടെ പയ്യന്മാര് കളിക്കുന്നുണ്ട്, വിജയിക്കുന്നുണ്ട്. ക്രിക്കറ്റിൽ അവിടെ ഒരു കിരീടമൊക്കെ കൊണ്ടാണ് അവർ വരുന്നത്. ആ ഒരു മേഖലയിൽ മാത്രം എന്തെങ്കിലുമൊക്കെ പറയാനുള്ളൂ. ഗഗൻ നരങ്ങിന്റെ ഷൂട്ടിങ്ങിന് ബ്രോൺസ് കിട്ടി. സിനിമ ഷൂട്ടിങ്ങും ഗഗൻ നരങ്ങിന്റെ ഷൂട്ടിങ്ങും തമ്മിൽ ഒരു ഇന്റലിജന്റ് വ്യത്യാസം പറയാമോ? ഇന്റലിജന്റ് വ്യത്യാസം, അദ്ദേഹം ഷൂട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പത്തെ കുറച്ച് ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ആ കോൺസെൻട്രേഷൻ, ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ടാണല്ലോ പുള്ളിയുടെ ആ ഒരു, അത് എത്തിക്കഴിഞ്ഞാലുള്ള ഒരു സന്തോഷം. അത് സിനിമയ്ക്കും അതിന്റെ ഒരു പ്രോസസ് ഇങ്ങനെ തന്നെയാണ്. ഉന്നത്തിൽ കൊണ്ടില്ലെങ്കിൽ രണ്ടും ഫ്ലോപ്പ് ആവും. പടം പിടിക്കാൻ ആഗ്രഹിക്കുന്നവർ വേഴ്സസ് പടത്തിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവർ, വ്യത്യാസം എന്താ? അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് റിസ്ക് ഇല്ല, പടം പിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ റിസ്ക് ആണുള്ളത്. പിന്നെ പടത്തിൽ അഭിനയിക്കുന്നവർക്ക് ഒരു ഡയറക്ടറെ കൺവിൻസ് ചെയ്താൽ മാത്രം മതി. പടം പിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് പേരെ കൺവിൻസ് ചെയ്യേണ്ടി വരും. മമാസ് എനിക്ക് വേണ്ടി അത് പാടിത്തരണം. അക്കുത്തിക്കു താനവരമ്പെ കയ്യക്കുത്ത് കരിങ്കുത്ത് ജീപ്പ് വെള്ളം താറാം വെള്ളം താറാമൊക്കടെ കയ്യിലൊരു ബാങ്ക് പരിപ്പ് കുത്തി പാച്ചോറാക്കി ഞാനുമുണ്ട് സീതയുമുണ്ട് സീതയുടെപ്പന്റെ പേരെന്ത്? മുരിങ്ങാക്കോൽ. അത്തള വിത്തള തവളാച്ചി എന്ന് പറഞ്ഞ എന്താണ്? ഒന്നും അറിയില്ല. സീതയുടെ അച്ഛന്റെ പേരെന്താ? മുരിങ്ങാക്കോൽ. മമാസിന്റെ ലൈഫിലെ സീതയുടെ അച്ഛന്റെ പേരെന്താ? സീത വരും. ഉണ്ടോ? വരും. ഇതിനകത്തൊരു ഇംഗ്ലീഷ്. ആക്ച്വലി ഇംഗ്ലീഷ് എന്താണെന്ന് പറയാമോ? അയ്യോ, ഒരു രക്ഷയില്ല. ഒന്നുകൂടി വേണമെങ്കിൽ കേൾപ്പിച്ചുതരാം. വേണ്ട. ഇത് കേൾക്കുന്ന ഒരാൾക്കൊന്നും മനസ്സിലാവില്ല. അതാണല്ലോ റാപ്പ് എന്ന് പറയുന്നത്. തിക്ക് റാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിക്ക് റാപ്പ് എന്ന് പറഞ്ഞാൽ അക്കുത്തിക്കുന്നതിന്റെ തിക്കാണത്. തിക്ക് റാപ്പ് ഓൺ ക്ലബ് FM. ടൺ കണക്കിന് ഫൺ. ഇത് സ്റ്റാർ ജാ. കണ്ടില്ലേ നേരം പുലരാണ് കോഴിക്കൊക്കൊന്നു കൂകണ്. കണക്കിന് ഫൺ. എന്റെ കൂടെ ഉണ്ട് മമാസ്, ഡയറക്ടർ ഓഫ് സിനിമ കമ്പനി. ഞാൻ 10 ക്വസ്റ്റ്യൻ ചോദിക്കും. സേ ട്രൂ ഓർ ഫാൾസ്. ഓക്കെ, ഒരു ഒറ്റ ചോദ്യം, കുഴപ്പിക്കുന്ന ചോദ്യം വന്നിട്ട് എനിക്ക് വിസ്തീർണം കൂടെ ചിലപ്പോൾ തരേണ്ട വരും. ഞാൻ വിസ്തീർണം തരാൻ സമയം തരാം. ക്വസ്റ്റ്യൻ നമ്പർ 1. മമാസ്, ഈ സിനിമ സ്ട്രഗ്ലേഴ്സിന്റെ സിനിമയാണ്. മമാസ് ഇപ്പോഴും ഒരു സ്ട്രഗ്ലർ ആണ്. എപ്പോഴും ആയിരിക്കും. 2 സിനിമ പിടിച്ചു, ഇനി എന്തിനാ സ്ട്രഗിൾ? അടുത്ത സിനിമയ്ക്കും സ്ട്രഗിൾ ഉണ്ടാവും, അതിനടുത്ത സിനിമയ്ക്കും സ്ട്രഗിൾ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഒന്നും നേടാനില്ലെങ്കിലേ നമ്മൾ പിന്നെ അഹങ്കാരികളായിട്ട് മാറും. ഞാൻ അങ്ങനെയല്ല. ക്വസ്റ്റ്യൻ നമ്പർ 2. സിനിമയ്ക്കുള്ളിൽ രക്ഷപ്പെടണമെങ്കിൽ ഒരു കമ്പനി വേണം. ട്രൂ ഓർ ഫാൾസ്? ഇല്ലാണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല. രക്ഷപ്പെടാനൊക്കെ പറ്റും. നമുക്ക് നല്ല സുഹൃത്തുക്കളുടെ ഒരു കൂട്ടം എപ്പോഴും നല്ലതാണ്. സിനിമയ്ക്കുള്ളിൽ പറയാറുണ്ട് ലോബികളുണ്ടെന്ന്. സത്യത്തിൽ സിനിമയ്ക്കുള്ളിൽ അത്തരം കമ്പനികളുണ്ടോ? അറിയില്ല, ഞാൻ അനുഭവസ്ഥനല്ല. കണ്ടിട്ടുണ്ടോ? അയ്യോ ഇല്ല. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. 100ൽ 95 പേർക്കും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. 90 പേരും അത് പറയാറില്ല. പണ്ടൊരു സിനിമയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ? അതെ. അത് അംഗീകരിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്, പക്ഷെ അതാണ് സത്യം. 100ൽ 95 പേർക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം. തീർച്ചയായിട്ടും. ഷാനല്ലേ? എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ അതേപോലെ 95 അല്ല, ഞാനടക്കം എല്ലാവർക്കും നമ്മുടെ മുഖം സ്ക്രീനിൽ കാണാൻ, അത് ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് മമാസ് ഈ വീഡിയോയുടെ ട്രെയിലറിൽ വന്ന് അക്കുത്തിക്കു കളിച്ചത്. തീർച്ചയായിട്ടും. ഷാനെ ഏതെങ്കിലും ഡയറക്ടറിന്റെ ചാൻസ് തരണം എന്ന് പറഞ്ഞോ? ആൻഡ് സീരിയസ്ലി മമാസിന് ആഗ്രഹം ഉണ്ടായിട്ട് എന്തുകൊണ്ട് അഭിനയിക്കാൻ പോയില്ല? അല്ല, കുറച്ചുകൂടി വൃത്തിയായിട്ട് അറിയാവുന്ന പണികൾ ആദ്യം ചെയ്തിട്ട് പിന്നീട് ഷാനെ എന്തെങ്കിലും ഒരു കിട്ടിയാലോ. എന്റെ പടത്തിൽ അഭിനയിപ്പിക്കാം കേട്ടോ. തീർച്ചയായിട്ടും. താങ്ക് യു. പക്ഷെ തിരിച്ചു വേണം. അത് ശരി. അപ്പൊ ആദ്യം ഞാൻ കൊടുക്കേണ്ട ഞാനായിരിക്കും. ഫൈനൽ ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോൺട്രോവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ. ഞാൻ സത്യത്തിൽ പൃഥ്വിരാജിനെ കളിയാക്കി. ട്രൂ ഓർ ഫാൾസ്? ഫാൾസ്. ഈ ആഴ്ച കേരളം കേട്ട ഏറ്റവും വലിയ കോൺട്രോവേഴ്സിയാണ്. അത് ട്രൂ അല്ല ഷാൻ, അത് എനിക്ക് തെളിയിക്കാൻ പറ്റും. മമാസ് തെളിയിക്കാൻ പോവാണ്. സിനിമാ കമ്പനിയിൽ കളിയാക്കിയത് പൃഥ്വിരാജ് എന്ന ആക്ടറിനെ അല്ല എന്ന്. ഐ വുഡ് സേ വെയിറ്റ് ചെയ്യൂ 10 more minutes. തെളിവുകൾക്കായി കാത്തിരിക്കൂ. ക്ലബ് FM സ്റ്റാർ ജാം ടൺ കണക്കിന് ഫൺ.
ഞാൻ സത്യത്തിൽ പൃഥ്വിരാജിനെ കളിയാക്കി. ട്രൂ ഓർ ഫാൾസ്? ഫാൾസ്. ഈ ആഴ്ച കേരളം കേട്ട ഏറ്റവും വലിയ കോൺട്രവേഴ്സിയാണ് മമാസിന്റെ ഫിലിമിൽ പൃഥ്വിരാജിനെയാണ് എയിം ചെയ്തത്. Is that true? അത് ട്രൂ അല്ല ഷാൻ. അത് എനിക്ക് തെളിയിക്കാൻ പറ്റും. Come on, തെളിയിക്കൂ. കാരണം പെട്ടെന്ന് പറഞ്ഞാലുള്ള ഒരു കാര്യം, ഒരേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന രണ്ടുപേര്, ഞാനും അദ്ദേഹവും. അദ്ദേഹത്തിനെ പോലെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളെ ഞാൻ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, മനഃപൂർവ്വം അദ്ദേഹത്തിനെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അദ്ദേഹത്തിനെ വെച്ചൊരു സിനിമ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല, അല്ലെ? അപ്പൊ അത്തരം ഒരു കാര്യത്തിന് ഞാൻ എന്തായാലും മുതിരില്ല. അപ്പൊ ഗോഡൌണിനകത്ത് കീറിയ ബനിയനും വിട്ട് നിൽക്കുന്ന നായകൻ പണ്ട് ഏതോ സിനിമയെ, പണ്ടല്ല അത് പറയുന്ന ഹീറോ എന്ന സിനിമയിൽ അദ്ദേഹത്തിന്, പക്ഷെ ഞാൻ ഡേറ്റ് അടക്കം എനിക്ക് തെളിവ് കാണിച്ചു തരാൻ പറ്റും. നമ്മുടെ ഷൂട്ടിംഗ് എന്നോ തുടങ്ങിയതാണ്, സിനിമ ഇറക്കാൻ വൈകി എന്നൊരു കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഡേറ്റ് അടക്കം കാണിച്ചു തരാം, കാരണം ഇതൊരു ഡിജിറ്റൽ റെക്കോർഡ് ചെയ്ത ഫിലിമാണ്. അത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഡേറ്റ് അടക്കമാണ് റെക്കോർഡ് ആകുന്നത്. അപ്പോൾ ഹീറോന്റെ ഷൂട്ടിംഗിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഹീറോ ഒന്നും തുടങ്ങിയിട്ടില്ല, ആ സിനിമ പോലും തുടങ്ങിയിട്ടില്ല. ആ ക്യാരക്ടർ ഒരു വൃത്തികെട്ട ക്യാരക്ടറായിട്ടാണ് കാണിച്ചേക്കുന്നത്. പൃഥ്വിരാജ് അങ്ങനത്തെ ആളാന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. എനിക്കറിയാവുന്ന പൃഥ്വിരാജ് അങ്ങനത്തെ ആളല്ല. ആ പടത്തിനകത്ത് മാൻഡ്രസിൽ പൃഥ്വിരാജ് ഫീൽ ചെയ്തു എന്നുള്ളത് സമ്മതിക്കും. അത് ഞാൻ സമ്മതിക്കുന്നു. അത് ഞങ്ങൾ ഡബിങ്ങിന്റെ സമയത്ത് അയ്യോ ഇവനെ കണ്ടു കഴിഞ്ഞാൽ രാജുവിനെ പോലെ ഉണ്ടല്ലോ എന്ന് ഞങ്ങൾ ഇങ്ങനെ പറയുകയും ചെയ്തു. ഇത് കുഴപ്പമാവോ, ഞങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും അദ്ദേഹത്തെ കളിയാക്കാനോ നെഗറ്റീവായിട്ട് ഒരു സാധനം ചെയ്യണമെന്നോ മനഃപൂർവ്വം ചെയ്തിട്ട്. ഈ ബൾബ് ഡബിങ്ങിൽ അടിച്ചു ഈ ബൾബ്. പടത്തിന്റെ റിലീസിന്റെ തലേദിവസം ഇത് തന്നെയായിരുന്നു മനസ്സിൽ. അല്ല, ഇത് ഇങ്ങനെ ഒരു വൃത്തികെട്ട വിവാദമാണെന്ന് വിചാരിച്ചിട്ടില്ല. അത് ഒരു അതിന്റേതായ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്ത് പോകുമെന്ന് വിചാരിച്ചുള്ളൂ. അതിനുശേഷം മമാസിന്റെ ലൈഫ് എങ്ങനെ മാറി? എന്റെ ലൈഫ്, അതിനു മുമ്പ് ഞാൻ എല്ലാ ഫോൺ കോളും എടുക്കുമായിരുന്നു. അതിനുശേഷം പരിചയമില്ലാത്ത നമ്പർ ഞാൻ എടുക്കുകയില്ല. തെറികൾ, സിംപിളി തെറികൾ. സാറേ പടം കണ്ടു കേട്ടോ, വളരെ നന്നായിരിക്കുന്നു, അപ്പോഴേ നമുക്ക് കത്തും. ഫാനാണ്. അത് കഴിഞ്ഞ പിന്നെ കേൾക്കുമ്പോഴാണ് കത്തുന്നത്. സാർ അതിനകത്ത് പൃഥ്വിരാജിനെ അപ്പൊ തന്നെ ഞാൻ കട്ട് ചെയ്യും. ഒന്നല്ലെങ്കിൽ യഥാർത്ഥ പൃഥ്വിരാജ് ഫാൻസ് ഒന്നും അല്ല ഈ വിളിക്കുന്നതും ഈ ഫേസ്ബുക്കിലൂടെ തെറി പറയുന്നൊന്നും. പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷൻ വിളിച്ചോ? അസോസിയേഷനിലെ പ്രസിഡന്റ് എന്ന് അവകാശപ്പെടുന്ന ഒരു കക്ഷി എന്നെ വിളിച്ചു. ചീത്ത പറഞ്ഞു, മോശമായി സംസാരിച്ചു. ചീത്ത പറഞ്ഞില്ല, മോശമായിട്ട് സംസാരിച്ചു. കുറെ ആൾക്കാർ പറഞ്ഞു നിന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല, അടുത്ത സിനിമ ചെയ്യാൻ സമ്മതിക്കില്ല, നീ ഇതിന് പേ ചെയ്യേണ്ടി വരും. മറ്റേ ഈ തട്ടത്തിമറയത്തി ചോദിക്കുന്ന പോലെ സ്ക്രൂവോ എന്ന് ചോദിക്കുന്ന പോലെ അതെ സ്ക്രൂ. കഠിനമായ ഭാഷയിലൊക്കെ ഒരുപാട് പേര് സംസാരിച്ചു. ഒരു വ്യക്തി ചോദിക്കുകയാണെ, ഈയിടെ മലയാള സിനിമക്കാർക്കെല്ലാം എന്താണ് ഞങ്ങളുടെ പൃഥ്വിരാജിനെ കളിയാക്കുന്നതിന്? ഞാൻ പറഞ്ഞു ആരാണ്? തട്ടത്തിമറയത്തി ചോദിക്കുന്നു, 6 pack ഉള്ളവർക്കെല്ലാം. അതുപോലെ ഓർഡിനറി ചോദിക്കുന്നു, സൗത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഏക. ഞാൻ ചോദിച്ചു സുഹൃത്തെ, കേരളത്തിൽ പൃഥ്വിരാജിന് മാത്രമുള്ളൂ 6 pack? എത്രയോ പേരെ ഞാൻ കാണിച്ചു. അല്ല, പൃഥ്വിരാജ് മാത്രമേ 6 packനെ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടോ? 6 packനെ ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? സത്യത്തിൽ മമാസിന് തല്ലുണ്ടോ? ഇല്ല. അയ്യോ, ആരെങ്കിലും വന്നോ? ഇല്ല. വരുന്ന പേടിയുണ്ടോ? ചെറിയൊരു പേടിയുണ്ട്. സോ മമാസ് മനസ്സ് തുറക്കുന്നു, മമാസ് തുറന്നടിക്കുന്നു. ഇത് ക്ലബ് FM സ്റ്റാർ ജാമിൽ ഞാനും ഷാനും ടൺ കണക്കിന് ഫൺ. ഇത് ഹർത്താൽ കമ്പനി കൂടി ആഴ്ചയാണ്, ഫ്രണ്ട്സ് കമ്പനി കൂടിയ ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ ആഴ്ചയാണ്. ബട്ട് ഇന്ന് നമ്മുടെ കൂടെ കമ്പനി ഓടുന്നത് സംവിധായകൻ മമാസ്. വെൽക്കം ബാക്ക് ടു സ്റ്റാർ ജാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഫൈനൽ ക്വസ്റ്റ്യൻ, ഈ ഫിലിമിൽ ഒരു ഡയറക്ടർമാരെ സ്വപ്നം കാണുന്നുണ്ട്. ഏതെങ്കിലും ഡയറക്ടറിനെ മമാസ് സ്വപ്നം കണ്ടിട്ടുണ്ടോ? വെടിവെച്ച് കൊല്ലണം എന്ന് തോന്നുന്ന ചില എനിക്ക് അങ്ങനെ ഒരു പട്ടികയുണ്ട്, കുറെ ആൾക്കാരെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള പട്ടിക. ജെയിംസ് കാമറൂൺ, സ്പീൽബർഗ്, മണിരത്നം. തമിഴിലൊക്കെ കുറെ അടുത്തിടെ പട്ടികയിലേക്ക് കയറിയ ആളെന്ന് പറഞ്ഞാൽ ആടുകളത്തിന്റെ ഡയറക്ടർ വെട്രിമാരൻ. എന്തിനാണ് ഇത്രയും നല്ല സിനിമകൾ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നില്ലല്ലോ എന്നുള്ള. ഇന്ന് സ്റ്റാർ ജാം ഫുള്ളി സിനിമാറ്റിക് ആയിരുന്നു. ആൻഡ് ഫൈനലി ഒരു സിനിമാറ്റിക് ക്വസ്റ്റ്യൻ ചോദിക്കണം മമാസ്. നമ്മൾ ഫേസ്ബുക്കിൽ ഈ ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ആൻഡ് മമാസ് ഓട്ടോഗ്രാഫ് ചെയ്ത ക്ലബ് FM മഗ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കും. യുവർ ക്വസ്റ്റ്യൻ അക്കുത്തിക്കുത്താന വരുമ്പേ കയ്യെ കുത്ത് കരിങ്കുത്ത്, ജീപ്പ് വെള്ളം താറാം വെള്ളം താറാമോക്കടെ കയ്യിലൊരു ബാങ്ക്, പരിപ്പ് കുത്തി പാച്ചോറാക്കിയ ഞാനുമുണ്ട് സീതയുമുണ്ട്, സീതയുടപ്പന്റെ പേരെന്ത്? അത് തന്നെയാണ് എന്റെ ചോദ്യം. സീതയുടപ്പന്റെ പേരെന്ത്? ആൻസർ അറിയാവുന്നവർ എന്ത് ചെയ്യണം? ഫേസ്ബുക്കിലെ ക്ലബ് FM കോൺടെസ്റ്റിൽ പോസ്റ്റ് ചെയ്യണം. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് ക്ലബ് FMന്റെ വക ഒരു മഗ് കിട്ടുന്നതായിരിക്കും. ഇത്രയൊക്കെ ചോദിച്ചു ഷാനോട് ഈ പ്രോഗ്രാമിന്റെ തന്നെ വെച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ ഒരു ക്വസ്റ്റ്യൻ. സ്റ്റാർ ജാം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സ്റ്റാറിനെ ഒരു കുപ്പിയിലാക്കാം. അപ്പൊ ശരിക്കും നമ്മളെ കുഴപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു ഷാൻ. ടൺ കണക്കിന് ഫൺ.